ഹലോ, നമുക്കിന്ന് അയിലയാണ് സ്പെഷ്യൽ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അയില നമ്മൾ മുളകിട്ട കറി വെക്കാനും വറക്കാനും വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം മീൻ വെട്ടുന്നതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കത്രിക കൊണ്ടാണ് വെട്ടുന്നത്. അപ്പോൾ എൻ്റെ രീതിയിലാണ് വെട്ടുന്നത്. അത്ര ഇതായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല വെട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 8 മിനിറ്റ് എടുത്ത് ഇത് ഫുള്ള് വെട്ടി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെട്ടി കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിന്ന് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയും കൂടെ എടുത്തിട്ട്, മല്ലിപ്പൊടി ഇടുന്നില്ല, മല്ലിയായിട്ടാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഇടുന്നതിനേക്കാൾ മല്ലി ഇടുമ്പോൾ കുറച്ചും കൂടെ വേറൊരു നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ സോട്ട് ചെയ്യും. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ. അതിനുശേഷം നമുക്ക് ഉലുവയുണ്ട്. അത് കുറച്ച് പൊടിച്ച് ക്രഷ് ചെയ്ത ഉലുവ ആയതുകൊണ്ട് നമ്മളിതൊന്ന് സോട്ടാകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് മൂത്ത് പോകും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ആദ്യം ഒന്ന് പൊടിക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പകുതി നമുക്ക് കറി വെക്കാനും പകുതി വറക്കാനുമാണ്. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വരുന്നത്. നല്ലൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത്, ഇപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം മതി. ഒരുപാട് വെള്ളം ആണെങ്കിൽ കറിയുടെ സ്വാദവും, ഇവിടെ എല്ലാവർക്കും അധികം ചാറ് ആവശ്യമില്ല, ഒരു കൊഴുത്ത കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ആവശ്യത്തിന് ഏകദേശം 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ആ മല്ലിയും കുരുമുളകും ഇട്ടിട്ടില്ല, മല്ലിയും മുളകും ഉലുവായും. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുടംപുളിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ കഷ്ണം ഇടുന്നത്. കാരണം അയലയുടെ കഷ്ണത്തിന് അധികം മാംസമില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് അവിഞ്ഞു പോവും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്തല്ല ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മീനിൻ്റെ വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ആ മസാലയ്ക്കകത്ത് നമ്മൾ ഇച്ചിരി മല്ലി ചേർത്തിട്ടുണ്ട്, മുളകും ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതാണ് മല്ലിയുടെയാണ് ഇങ്ങനെ മുത്ത് പോലെ കാണുന്നത്. നന്നായിട്ട് അകത്തും എല്ലാം നന്നായിട്ട് തേച്ച് സ്റ്റഫ് ചെയ്ത് വെച്ചു. പിന്നെ നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല, വിനാഗിരി അതൊന്നും ഒഴിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ടുള്ളതായി. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആ സമയം കൊണ്ട് നമ്മുടെ കറിയും ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്കകത്തിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ എടുത്തു. അപ്പോൾ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായി കറിവേപ്പില ഇട്ട് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്കിന്ന് ഇതിൻ്റെ കൂടെ വേറെ നമുക്ക് പയർ മെഴുക്കുരുട്ടിയുണ്ട്, പിന്നെ നമുക്ക് സാമ്പാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ആഡ് ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരടുപ്പിൽ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫിഷ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇന്നത്തെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?